നമസ്കാരം, ഞാൻ ഡോക്ടർ ബിന്ദു മേരി മാത്യു, വൈദ്യരത്ന ആയുർവേദ കോളേജിലെ ക്രിയാശാരീര ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറാണ്. ഞാനിന്ന് സംസാരിക്കുന്ന വിഷയം ആഹാരവിധി ആയുർവേദത്തിൽ എന്നുള്ളതാണ്. ആരോഗ്യകരമായ ഒരു ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആരോഗ്യകരമായ ആഹാരശീലങ്ങളാണ്. വിധിപ്രകാരമുള്ള ആഹാരം പ്രാണൻ തന്നെയാണെന്ന് ചരകാചാര്യൻ പറയുന്നു. അത് ശരീരത്തിനും മനസ്സിനും ഊർജ്ജം നൽകുകയും അതോടൊപ്പം രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആയുർവേദത്തിൽ ആഹാരത്തെപ്പറ്റി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. പൊതുവെ ഹിതകരമായ ആഹാരം, അഹിതകരമായ ആഹാരം എന്ന് രണ്ടായിട്ട് പറയുന്നുണ്ട്. അതിൽ ഹിതകരമായ ആഹാരമാണ് ആരോഗ്യത്തെ ഉണ്ടാക്കുന്നത്, മറിച്ചായാൽ അത് രോഗങ്ങളെ ഉണ്ടാക്കും. അതുകൊണ്ട് ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റി ചരകാചാര്യൻ പറയുന്നു. ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഗുണമാണ്. അത് ഗുരു എന്നും ലഘു എന്നും രണ്ട് തരത്തിൽ പറയുന്നു. ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരമാണ് ഗുരുവായിട്ടുള്ള ആഹാരം. ഉദാഹരണമായി ഉഴുന്ന് ചേർന്നിട്ടുള്ള ആഹാരം ഗുരുവാണ്. അത് നമ്മൾ വയർ നിറയെ കഴിക്കാൻ പാടില്ല, പകുതി വയർ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് ദഹിക്കുന്ന ആഹാരത്തിനെ ലഘു എന്ന് പറയുന്നു. അത് ചെറുപയർ മറ്റും ലഘുവാണ്, അത് കുറച്ച് കൂടുതൽ കഴിക്കുന്നുണ്ടും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഒരിക്കലും ഒരു ആഹാര പദാർത്ഥം അങ്ങനെ തന്നെ കഴിക്കുകയല്ല ചെയ്യുന്നത്. നമ്മളത് പാചകം ചെയ്യുന്നു, അതിൻ്റെ കൂടെ മറ്റു കാര്യങ്ങൾ ചേർക്കുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് നോക്കുന്നത്. പാചകം ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളും അതിൽ ചേർക്കുന്ന വസ്തുക്കളും എല്ലാം വളരെ പ്രാധാന്യമുള്ളതാണ്. പുളിരസമുള്ള ആഹാരം പാചകം ചെയ്യുന്നതിന് ഒരിക്കലും അലുമിനിയം പാത്രങ്ങളോ ഓട്ട് പാത്രങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല. പകരം മൺപാത്രങ്ങൾ അല്ലെങ്കിൽ ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കാനാണ് ആയുർവേദത്തിൽ പറയുന്നത്. നമ്മൾ പാചകം ചെയ്ത് ദീർഘകാലം സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. മണ്ണുകൊണ്ടുള്ള ഭരണികളോ അല്ലെങ്കിൽ സ്ഫടികം കൊണ്ടുള്ള ജാറുകളോ ആണ് ഉപയോഗിക്കേണ്ടത്. അതേപോലെ ചൂടുള്ള ആഹാര സാധനം നമ്മൾ പാഴ്സൽ വാങ്ങിക്കുമ്പോൾ അത് പ്ലാസ്റ്റിക് പാത്രങ്ങളിലാണ് കിട്ടുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളിലാണ് കിട്ടുക. അത് ഒരിക്കലും പാടില്ല, അത് ശരീരത്തിന് വളരെ ഹാനികരമാണ്. അതേപോലെ തന്നെ നമ്മൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ടിൻ ഫുഡിലൊക്കെ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ് വളരെ ദോഷകരമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുന്ന ആഹാരങ്ങൾ, നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഏതൊക്കെ ആഹാരങ്ങൾ തമ്മിലാണ് യോജിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓരോ ആഹാര പദാർത്ഥത്തിനും പ്രത്യേകമായിട്ടുള്ള ഗുണങ്ങൾ കൂടാതെ അത് യോജിപ്പിക്കുമ്പോൾ അതിനൊരു പുതിയ ഗുണമാണ് ഉണ്ടാകുന്നത്. അത് ശരീരത്തിന് ഹാനികരമാകാതെ നോക്കേണ്ടതാണ്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നെയ്യ് ശരീരത്തിന് വളരെ ഉത്തമമാണ്, ബുദ്ധിശക്തിയെ വർദ്ധിപ്പിക്കും. തേൻ അതുപോലെ ആഹാരമായിട്ടും ഔഷധമായിട്ടും ഉപയോഗിക്കുന്നതാണ് തേൻ. പക്ഷേ രണ്ടും ഒരേ അളവിൽ ശരീരത്തിൽ ചെല്ലാനിടയായാൽ അത് വിഷാംശമാണ്. അതേപോലെ തന്നെ മത്സ്യം ചേർത്തിട്ടുള്ള ആഹാരം നമ്മൾ കഴിച്ചിട്ട് ഉടനെ തന്നെ പാല് ചേർന്നിട്ടുള്ള ആഹാരം കഴിക്കാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ത്വക്ക് രോഗങ്ങളെ ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരങ്ങളെ വിരുദ്ധ ആഹാരങ്ങൾ എന്നാണ് പൊതുവിൽ പറയുന്നത്. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഇതേപോലെ വിരുദ്ധ ആഹാരങ്ങളാണ്. ചപ്പാത്തി, അതിൻ്റെ കൂടെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് മാംസം ചേർന്ന കറികളാണ്. പക്ഷേ ഇത് രണ്ടും വിരുദ്ധമാണ്, ഒരിക്കലും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ആചാര്യൻ പറയുന്നത്. അതുപോലെ നെയ്യ് ചേർത്തിട്ടുള്ള ആഹാരം, അതിനുശേഷം നമ്മൾ സാധാരണ കഴിക്കാറുള്ള ഐസ്ക്രീം അല്ലെങ്കിൽ തണുത്ത പാനീയങ്ങളൊക്കെയാണ്. അതല്ല വേണ്ടത്. ചെറിയ ചൂടുള്ള വെള്ളം ഇടയ്ക്കിടെ കുടിക്കുകയാണ് വേണ്ടത്. നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്, ലൈം ജ്യൂസ്, മാംഗോ ജ്യൂസ് ഒക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. അത് അതേപോലെ തന്നെ കഴിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷേ നമ്മളതിൽ രുചി കൂട്ടുന്നതിനായിട്ട് പഞ്ചസാര ചേർക്കും. ഒരിക്കലും അങ്ങനെ ചേർക്കാൻ പാടില്ല. അതേപോലെ മിൽക്ക് ഷേക്സിൽ നമ്മൾ പുളിയുള്ള പഴങ്ങളാണ് ചേർക്കുന്നത്. അത് ശരീരത്തിന് ഏറ്റവും ഹാനികരമാണ്. നമ്മൾ എത്രത്തോളം ആഹാരം കഴിക്കണം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വയറ് നിറയെ ആഹാരം കഴിക്കാൻ പാടില്ല. നമ്മളുടെ വയർ നമ്മൾ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതിൽ പകുതി ഭാഗം മാത്രമേ കട്ടിയുള്ള ആഹാരം കഴിക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള പകുതി ഭാഗത്തിൽ 1/4 ഭാഗം വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മൾ ഒഴിച്ചിടണം. അതേപോലെ ബാക്കി 1/4 ഭാഗം നമ്മൾ ഒന്നും കഴിക്കാതെ തന്നെ ഒഴിച്ചിടേണ്ടത് ആവശ്യമാണ്. കാരണം ദഹനരസങ്ങളുമായിട്ട് യോജിച്ച് ആഹാരം ശരിക്ക് ദഹിക്കുന്നതിന് ആ ഒരു സ്ഥലം ആവശ്യമാണ്. നമ്മൾ എവിടെ താമസിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്.
അധികം ചൂടുള്ള സ്ഥലങ്ങളിലോ മരുപ്രദേശങ്ങളിലോ ആണ് താമസിക്കുന്നതെങ്കിൽ നെയ്യ് ചേർത്തതും സൗമ്യമായിട്ടുള്ള ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത്. എരിവ്, പുളി, ഉപ്പ് ഇവ അധികം ഉപയോഗിക്കാൻ പാടില്ല. അതേസമയം നമ്മൾ വെള്ളക്കെട്ടും മറ്റുമുള്ള സ്ഥലങ്ങളിലാണ് താമസിക്കുന്നതെങ്കിൽ ഉപ്പ്, എരിവ്, പുളി ഇവ അധികം ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഒരു ചെടി എവിടെ വളരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ സ്ഥലത്തിനനുസരിച്ച് അതിൻ്റെ ഗുണത്തിനും രസത്തിനും എല്ലാം വ്യത്യാസം വരുന്നുണ്ട്. അതിൻ്റെ സ്വാഭാവികമായ സ്ഥലത്ത് വളരുന്ന ചെടികൾക്ക് മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണമായിട്ട് ആപ്പിൾ, മുന്തിരി, ഓറഞ്ച് ഇവ തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് വളരുന്നത്. നമ്മൾ അത് ഇവിടെ നട്ടു വളർത്തിയാൽ അത് ഫലം തരും, പക്ഷേ അതിൻ്റെ നൈസർഗികമായ ഗുണങ്ങൾ അതിന് ഉണ്ടാവുകയില്ല. അതുപോലെ ഒരു ഫലം പച്ചയായിരിക്കുമ്പോൾ ഉള്ള ഗുണമല്ല അത് പഴുത്തു കഴിഞ്ഞ് ഉണ്ടാകുന്നത്. അതിൻ്റെ ആ സ്വാഭാവികമായ പരിണാമം നടന്നാൽ മാത്രമേ അതിൻ്റെ ഗുണം പൂർണ്ണ തോതിൽ നമുക്ക് കിട്ടുന്നുള്ളൂ. ഇതേ നിയമങ്ങൾ തന്നെ നമ്മൾ പാചകം ചെയ്യുന്ന ആഹാരത്തിനും ബാധകമാണ്. പാചകം ചെയ്യുമ്പോൾ നമ്മൾ സാധാരണയായി പ്രഷർ കുക്കർ, ഇലക്ട്രിക് ഓവൻ ഇവ ഉപയോഗിക്കാറുണ്ട്. അത് മിനിറ്റുകൾ കൊണ്ടോ സെക്കൻഡുകൾ കൊണ്ടോ പാചകം ചെയ്ത് കിട്ടും. പക്ഷേ സമ്പർക്കം കൊണ്ട് അതിനുണ്ടാകുന്ന ഗുണങ്ങൾ ഇങ്ങനെ പാചകം ചെയ്യുന്ന ആഹാരങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആഹാരം എപ്പോൾ കഴിക്കണം എന്നുള്ളതാണ്. ആയുർവേദത്തിൽ 2 നേരമാണ് ആഹാരകാലങ്ങളായിട്ട് പറയുന്നത്. അതായത് മുമ്പേ കഴിച്ച ആഹാരം പൂർണ്ണമായി ദഹിച്ച് വിശപ്പ് വന്നതിന് ശേഷം മാത്രമേ അടുത്ത ആഹാരം കഴിക്കാവൂ. ഇടയ്ക്കിടെ കഴിക്കുന്ന ശീലം നല്ലതല്ല. സ്നിഗ്ധ മധുരമായിട്ടുള്ള ആഹാരം പ്രധാന ഭക്ഷണത്തിന് മുമ്പേ കഴിക്കാനാണ് പറയുന്നത്. പക്ഷെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പ്രധാന ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് സ്നിഗ്ധ മധുരമായിട്ടുള്ള ആഹാരം കഴിക്കുന്നത്. പിന്നെ കുറച്ച് നിയമങ്ങൾ പറയുന്നുണ്ട്. തൈര് ശരീരത്തിന് വളരെ നല്ലതാണ്, പക്ഷെ അത് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ ചൂടാക്കിയിട്ടോ ചൂടുള്ള സാധനങ്ങളുടെ കൂടെയോ അത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അത് രാത്രിയിൽ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കുമ്പോൾ തന്നെ പഞ്ചസാരയോ നെല്ലിക്കയോ ചേർത്ത് വേണം ഉപയോഗിക്കാൻ. തൈരിനേക്കാൾ ഒന്നുകൂടെ നല്ലത് മോരാണ്. മോര് ആഹാരമായിട്ടും ഔഷധമായിട്ടും ഉപയോഗിക്കുന്നു. പച്ചമോരിനേക്കാൾ നല്ലത് കാച്ചിയമോരാണ്. തേൻ ഒരിക്കലും ചൂടാക്കിയിട്ടോ ചൂടുള്ള ആഹാര വസ്തുക്കളുടെ കൂടെയോ ഉപയോഗിക്കാനായിട്ട് പാടില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. അവരവർക്ക് മനസ്സിന് ഹിതമായിട്ടുള്ള, മനസ്സിന് ഇഷ്ടമുള്ള ആഹാരം മാത്രമേ കഴിക്കാവുള്ളൂ. അത് കൈയും മുഖവും ഒക്കെ കഴുകി വൃത്തിയുള്ള സ്ഥലത്ത് വൃത്തിയുള്ള പാത്രങ്ങളിൽ വേണം ആഹാരം കഴിക്കുന്നതിന്. ചെറിയ ചൂടോടുകൂടിയാണ് ആഹാരം കഴിക്കേണ്ടത്. അത് രുചി വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം ദഹനത്തെ സുഗമമാക്കുകയും ചെയ്യുന്നു. അധികം ചൂടുള്ളതോ കരിഞ്ഞതോ ആയ ആഹാരം കഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ വളരെയധികം വേഗത്തിലോ സംസാരിച്ചുകൊണ്ടോ ചിരിച്ചുകൊണ്ടോ ഒന്നും ആഹാരം കഴിക്കരുത്. അത് ശ്വാസനാളത്തിലേക്ക് കടന്ന് ശ്വാസതടസ്സം ഉണ്ടാകുവാൻ ഇടയാകും. വളരെ പെതുക്കെ ആഹാരം കഴിക്കരുത്. നമ്മൾ TV ഒക്കെ കണ്ട് വളരെ സമയമെടുത്ത് കഴിക്കുന്ന ആഹാരം, അങ്ങനെ വരുമ്പോൾ നമ്മൾ ആവശ്യത്തിൽ കവിഞ്ഞ് ആഹാരം കഴിക്കുവാൻ ഇടയാവുകയും അത് ദഹനത്തെ ബാധിക്കുകയും ചെയ്യുന്നു. കൃത്യസമയത്ത് ആഹാരം കഴിക്കുക. വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്ന ശീലം നല്ലതല്ല. പഴകിയ ആഹാരം കഴിക്കരുത്. ആചാര്യൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, എവിടെ നിന്ന് ആര് കൊണ്ടുവന്നു എന്നറിയാത്ത ആഹാരം ഒരിക്കലും നമ്മൾ കഴിക്കാൻ പാടില്ല. ആരോഗ്യ പരിപാലനത്തിനു വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. എല്ലാവർക്കും നന്ദി.